ഹലോ ഗൈസ്, അപ്പോൾ എല്ലോറ കേവിൻ്റെ സെക്കൻഡ് പാർട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലോറ കേവിൻ്റെ ഫ്രണ്ടിലെത്തിയത് ഞങ്ങൾ നേരെ പോയത് മേലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലോറ കേവിൻ്റെ മുകൾവശം നമുക്ക് മൊത്തമായിട്ട് കാണാം. ഒരു ഡ്രോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾ പണ്ടേ പുലികളാണ്. ലോകത്തിലെ തന്നെ ഒറ്റക്കാലിൽ തീർത്ത അമ്പലം എന്ന് പറയുന്ന എല്ലോറ കേവ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അത്ഭുതത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് എല്ലോറ കേവ്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ രാഷ്ട്രകൂടരാണ് ചരിത്ര സ്മാരകങ്ങളായ എല്ലോറ ഗുഹാ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പാറയിൽ കൊത്തിയെടുത്ത ഹിന്ദു ക്ഷേത്ര ഗുഹാ സമുച്ചയങ്ങളിൽ ഒന്നാണ് എല്ലോറ ഗുഹകൾ. എല്ലോറ ഗുഹകൾ 100 ഗുഹകളുടെ ഒരു കൂട്ടമാണ്. അതിൽ 34 ഗുഹകൾ പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കുന്നു. ഈ 34 ഗുഹകളിൽ 17 എണ്ണം ഹിന്ദുമതത്തെ ചുറ്റിപ്പറ്റിയുള്ളതും 12 ഗുഹകൾ ബുദ്ധമതത്തെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ്. 5 ഗുഹകൾ ജൈന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമാണ്. എല്ലോറ ഗുഹാ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കൈലാസ ക്ഷേത്രമാണ്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഒരു വൻ പാറ തുരന്നാണ് ഈ മഹാത്ഭുതം വരും തലമുറയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യം ആരെയും ഒന്ന് വിസ്മയിപ്പിക്കും. ഏകദേശം 100 വർഷങ്ങളോളം നീണ്ട 200ഓളം ശില്പിമാരുടെ അത്ഭുത ചിത്രപ്പണികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ മഹാത്ഭുതം കണ്ട് മടങ്ങുന്ന വഴിയിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴം ഈ കുരങ്ങൻ കുട്ടന്മാർക്ക് കൊടുത്ത് ഞങ്ങൾ യാത്രയാവുകയാണ്. എല്ലോറ കേവിലേക്ക് ബസ് കയറി വരുന്ന പോലെ അത്ര എളുപ്പമല്ല തിരിച്ചു, കാരണം ഈ തിരക്ക് തന്നെ. തിരക്കിൻ്റെ ബസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ എല്ലോറ കേവിന്റെ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ഗൈസ്.